നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒടുവിൽ അവധിക്കുട്ടിച്ചാനോട് അലീന പറഞ്ഞു, അതെ ഞാനൊന്നും പ്രതീക്ഷിച്ചല്ല വല്യപ്പച്ച എവിടേക്ക് വന്നത്. എനിക്ക് എൻ്റെ പപ്പയുടെ സ്നേഹം മാത്രം മതി. ഇത്രയും കാലം ആരും ഇല്ലാത്തവളായിരുന്നു ഞാൻ. പിന്നീട് പെട്ടെന്നാണ് എനിക്ക് അച്ഛനും അമ്മ എല്ലാവരും ഉണ്ടായത്. ഇപ്പോൾ എനിക്ക് പപ്പയുണ്ടായി. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കുറേ വിഷമങ്ങളുണ്ടായി. വല്യപ്പച്ചൻ അറിയാവോ, എൻ്റെ പപ്പ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. മോളെന്നും പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ എൻ്റെ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഞാൻ പപ്പയോട് ചൂണ്ടിക്കാണിച്ചെങ്കിലും പപ്പ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. കുഞ്ഞിനാളിൽ മുതൽ എല്ലാ കുട്ടികളെ പോലെ എനിക്കും പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മയോടൊപ്പം ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ അന്നൊക്കെ പ്രജിത്താമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും നിനക്കും അങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്ന്. പക്ഷെ അതിങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് കേട്ടപ്പോൾ അത് കൂടി ഞാൻ പറഞ്ഞു, പോട്ടെ നീ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എനിക്കറിയാം. വല്യപ്പച്ചന് ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ട് വിഷമമുണ്ടല്ലേ എന്ന് ചോദിച്ചു. സാരമില്ല പോട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ചു. അവൻ്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ ലാലിച്ചൻ്റെ. അവൻ ഇങ്ങനെയൊക്കെ തന്നെയാ. ഇപ്പോഴിത്രയും മയപ്പെട്ടെന്ന് വേണം കരുതാനായിട്ട്. നീ ആയതുകൊണ്ട് നിന്റെ മുന്നിൽ ഇത്രയെങ്കിലും. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ അവൻ ഇങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞു. അത് കുടിച്ചാൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം താനാണല്ലോ ഇതിനെല്ലാം കാരണം. അന്ന് തൻ്റെ അടുത്ത് രാവണിമേനോൻ വന്ന് ചോദിച്ചാ എന്താ ചെയ്യേണ്ടതെന്ന്. വൈജയന്തി പ്രസവിച്ചൊരു കുഞ്ഞുണ്ടെന്ന്. അപ്പം താനാ പറഞ്ഞേ, ഒന്നെങ്കിൽ വല്ല ഓർഫനേജും കൊടുക്കുക, അല്ലെ കൊണ്ട് കൊന്നു കളയാൻ പറഞ്ഞേ. ഒരു പക്ഷെ അന്ന് താന് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇവൾക്ക് ഓർഫനേജ് കഴിയേണ്ട വരത്തില്ലായിരുന്നു. ഇവൾക്ക് സ്റ്റാലിയുടെ മകളായിട്ട് ജീവിക്കായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. 10-23 വർഷം പോയത് തന്നെയല്ലേ. ഇതേ സമയത്ത് അലീന പറഞ്ഞു, ചിലപ്പോൾ എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ പപ്പ പോയത്. അങ്ങനൊന്നും ആയിരിക്കില്ല. ലാലിച്ച മോളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും ആയിരിക്കില്ല പോയത്. വേറെ എവിടേക്കോ ആണെന്ന് തോന്നുന്നു അവൻ പോയത്. മോള് വിഷമിക്കൊന്നും വേണ്ടെന്നേ, അവൻ വരട്ടെ, ഞാൻ അവനോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞു അലീനയെ സമാധാനിപ്പിച്ചു. ആ സമയത്ത് സ്റ്റാൻലി പോയത് വേറൊരിടത്തേക്കും ആയിരുന്നില്ല. കൊട്ടാരം മറ്റും വീട്ടിലേക്കായിരുന്നു. അനുജന്മാർ വിളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റാൻലിക്ക് ദേഷ്യം വരാതിരിക്കുമോ? തൻ്റെ മകളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറയാനായിട്ട് അവർക്ക് എന്താ അവകാശമുള്ളത് എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ കൊട്ടാരമുറ്റത്തേക്ക് സ്റ്റാൻലിയുടെ ജീപ്പ് എന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആനച്ചി വന്ന് നോക്കിയിട്ട് റോബർട്ടിനോട് പോയി പറഞ്ഞു, ദേ ലാലിച്ചായൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ലാലിച്ചായനോ? അതേന്ന് പറഞ്ഞു. ആൽബി റോബർട്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് സ്റ്റാൻലി അങ്ങോട്ട് കയറി വന്നു. സ്റ്റാൻലി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ല ഇതെന്താ ലാലിച്ചായ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ? അതെന്താടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. എനിക്ക് ഇങ്ങോട്ടേക്ക് വരെ മുന്നറിയിപ്പ് വേണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒടുവിൽ സ്റ്റാൻലി അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ പ്രശ്നം എന്താ? അതറിയാൻ വേണ്ടി ഞാൻ വന്നാന്ന് പറഞ്ഞു. എന്ത്? അല്ല എൻ്റെ മോളെ അവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയായിരുന്നു, അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. അപ്പോഴേക്കും ആൽബി പറഞ്ഞു, ലാലിച്ചായ ഒരു കാര്യം ഞങ്ങൾ പറയാം. അവള് ലാലിച്ചാൻ്റെ മോളാന്ന് ലാലിച്ചന് ഉറപ്പുണ്ടോ? ഏതോ ഒരു ഓർഫനേജിൽ എന്നൊരു പെൺകുട്ടി വന്നു. അത് ലാലിച്ചാൻ്റെ മോളാന്ന് പറഞ്ഞ് ലാലിച്ചനെ ചേർത്ത് പിടിച്ചു വെച്ചിരിക്കുക. അപ്പം എൽസമ്മയും മക്കളും അവരാരാ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ മകളാണ് അലീന. അവളുടെ കാര്യത്തിൽ ഞാനാണ് തീരുമാനം എടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്കൊരു സംശയം കാണും, അവൾ എൻ്റെ മകളാണോ അല്ലയോ എന്ന്. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും റോബർട്ട് പറഞ്ഞു, അല്ല ലാലിച്ചായ, ഏതോ ഒരു പെൺകുട്ടി, ഒരു അപഹിത സന്തതി, അവൾ വന്നിട്ട് അവൾക്ക് വല്ല ക്രെഡിറ്റ് ആയിരിക്കും ലാലിച്ചാൻ്റെ മകളാന്ന് പറയുമ്പോൾ. പക്ഷെ ഞങ്ങൾക്കത് അത്ര നന്നായിട്ട് തോന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നത്തില്ലായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. അവൾ ഏതോ ഒരുത്തിയൊന്നുമല്ല, അവൾ അപഹിത സന്തതിയുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് 10-24 വർഷം മുമ്പ് എനിക്ക് ജനിച്ച പെൺകുട്ടിയാണ് അവൾ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അന്നൊരു അഫെയർ ഉണ്ടായിരുന്നു. ആ അഫെയർ ജനിച്ച പെൺകുട്ടിയാണ്. എന്നിട്ട് ഇത്രയും കാലം അവൾ എവിടെയായിരുന്നു? അത് അവളെക്കുറിച്ച് ഞാൻ അറിയാതെ പോയി. അതൊക്കെ നിങ്ങളുടെ അപ്പം വരുമ്പോൾ അപ്പനോട് ചോദിച്ചാൽ മതി, കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഒരു പക്ഷേങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അന്ന് നിങ്ങളുടെ അപ്പം വിചാരിക്കുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. അത് കുടിച്ചതിന് ഉദ്ദേശിച്ച് പറഞ്ഞാണ്. അപ്പോഴേക്കും റോബർട്ട് പറഞ്ഞു, എന്നാലും ആ പെങ്കുച്ചിനെ അവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ? എത്രയും പെട്ടെന്ന് തന്നെ അതിനെ പറഞ്ഞു വിടുന്നല്ലേ നല്ലത് എന്നൊക്കെ സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റാൻലി വിട്ടുകൊടുക്കുവോ? കാരണം എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ ആകാശം ഇടിഞ്ഞു വീണാലും അലീനയെ പറഞ്ഞു വിടാൻ ഒരുക്കുമല്ല. സ്റ്റാൻലി പറഞ്ഞു, നിങ്ങൾക്ക് എന്താണെങ്കിലും അവളെ പറഞ്ഞു വിടണമെന്ന് ഭയങ്കര ആഗ്രഹം കാണും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എൻ്റെ മകളാണ് അവള്.
അവൾ അനാഥാലയത്തിൽ വളരേണ്ടവളല്ല. സ്റ്റാലിയുടെ മകളായിട്ട് അവൾ കുളത്തൂപ്പുഴ വീട്ടിൽ കഴിയണ്ട. അല്ല അപ്പം ലാൽച്ചായ ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, എൽസമ്മ ചേച്ചി മക്കളോ വേറെ ഉണ്ടല്ലോ ലാൽച്ചായൻ്റെ മക്കള്? അവർക്ക് കൊടുക്കാനുള്ള കൃത്യസമയത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അവരുടെ കാര്യം ഓർത്ത് നിങ്ങൾ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അല്ല ഞാൻ പുറത്തിറങ്ങി നടക്കണ്ടേ ലാലിച്ചായ? അവൾക്ക് ഇതിലൂടെ ക്രെഡിറ്റ് ആയിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ലാലിച്ചായനും അങ്ങനെ തന്നെയല്ല. അറിയാലോ, 4 ആൾ കൂടുന്നിടത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ ഓരോ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ചോദിക്കട്ടെ, അവരോടൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞോളാം. എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് സ്റ്റാൻലി വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കുമാണ് അവസാനിപ്പച്ചൻ വരുന്നത്. രണ്ടാമത്തെ ആൾ വരുന്നത്. അവസാനിപ്പച്ചനും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനിപ്പച്ചൻ മനസ്സിലായി സ്റ്റാൻലി വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അവസാനിപ്പച്ചൻ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാൻലി പറഞ്ഞു, എന്താണെങ്കിലും നിന്നെയും കാണാൻ പറ്റിയില്ലോ. എന്താ ഇവന്മാർ വിളിച്ചിട്ട് വന്നായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ലാലിച്ചായ, അതെ നിനക്ക് സംശയങ്ങൾ കാണുമല്ലോ. എൻ്റെ മകളാണ് അലീന. അപ്പം അവളെ അവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് എന്തെങ്കിലും പ്ലാനുമായിട്ട് വന്നായിരിക്കില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളൊക്കെ തലയും കുത്തി കിടന്ന് മറന്നു പറഞ്ഞാലും അവളെ ഞാൻ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല. ഇനി അതും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ഒരുത്തനും കുളത്തൂപ്പുഴ വീട്ടിലേക്ക് കയറിപ്പോയേക്കില്ല. അറിയാലോ, അവൾ എൻ്റെ മകളാണെങ്കിൽ കുളത്തൂപ്പുഴ വീട്ടിൽ അവൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഔസേപ്പൻ ചോദിച്ചു, അല്ല ലായച്ചായ അത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? അതെ അത് ശരിയാണ്, അതേ ശരിയുള്ളൂ. ഇനി എന്തേലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അറിയാലോ എന്നൊക്കെ പറഞ്ഞോട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേറ്റ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ആൻസി വന്നിട്ട് പറഞ്ഞു, അല്ല ലാലിച്ചായ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയൊക്കെ ആയില്ലേ? ആ പെങ്കൊച്ചിനാണെങ്കിൽ ഇതിനു മുമ്പ് അവിടെ നിന്ന് ഏതൊരു വീടുണ്ടെന്നല്ല പറഞ്ഞേ, എങ്കിൽ പിന്നെ അവിടേക്ക് വിട്ടാൽ പോരേന്ന് ചോദിച്ചു. അവിടേക്ക് വിടാനോ? അല്ല ഏതോ വേറെ വീട്ടിലാന്നല്ലേ പറഞ്ഞേന്ന് ചോദിച്ചു. അതെ, അങ്ങനെ വേറൊരു വീട്ടിൽ ജോലിക്ക് വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ മകളെ. അവൾ എൻ്റെ മകളാണ്. എൻ്റെ വീട്ടിൽ അവൾ താമസിക്കും. ഇത്രയും കാലം താമസിച്ച പോലെയല്ല, രാജകുമാരിയായിട്ടാണ് തന്നെ അവൾ ജീവിക്കാനായിട്ട് പോകുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങൾ അവളെ കാണാത്തോണ്ടാണ് ഇങ്ങനെ പറയണേ ആൻസി. പക്ഷെ അവളെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ആ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ തീരുമെന്ന് പറഞ്ഞു. പിന്നീട് സ്റ്റാൻലി അവിടെ നിന്ന് പോകാനായിട്ട് എഴുന്നേറ്റു. അവർക്ക് മനസ്സിലായി എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും സ്റ്റാൻലി അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ലെന്ന്. അങ്ങനെ സ്റ്റാൻലി പോയി ജീപ്പിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ആൻസി പറഞ്ഞു, ലാലിച്ചാൻ എന്താണെങ്കിലും അവളെ പിടിച്ച മട്ട കണ്ടില്ലേ? ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ. എത്ര പെട്ടെന്ന് മാറ്റം ഉണ്ടായത്. അല്ലെങ്കിൽ തന്നെ അപ്പച്ചൻ്റെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്ക്. അവിടെ പോയി ഒരു ദിവസം തയ്ച്ചു നിൽക്കാത്ത അപ്പച്ചനാ ഇപ്പോഴാണ്ട് വന്നിട്ട് പിറ്റേ ദിവസം തന്നെ അങ്ങോട്ട് ഓടിപ്പോയേക്കുന്നു. ആ പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു പറഞ്ഞ് പോയതാ. അത് കേട്ടത് ഓസേപ്പച്ചൻ പറഞ്ഞു, എനിക്കും തോന്നുന്നുണ്ട് അവള് ഒരു ചില്ലറക്കാരി അല്ലെന്നാ തോന്നിയെന്ന് പറഞ്ഞു. റോബർട്ട് പറഞ്ഞു, വല്യപ്പച്ചൻ പറഞ്ഞത് നമ്മുടെ അമ്മച്ചിയുടെ അതേ ഷേപ്പാന്ന് പറഞ്ഞു. ആർക്കറിയാം, ചുമ്മാ തള്ളി മറിക്കുന്നതായിരിക്കുന്നേ. എന്താണെങ്കിലും ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അവർ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതേസമയം ഭവിതയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, പണ്ടത്തെ പോലെ ഒന്നുമല്ല. അമല് വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 1-2 വട്ടം അമലിനെ വിളിച്ചു നോക്കി, പക്ഷെ അമല് കോൾ അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെ ബബിത കോളേജ് വിട്ട് തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്. അമൽ ഒരു പെണ്ണിനെ ബൈക്കിൻ്റെ പിന്നിലിരുത്തിക്കൊണ്ട് പോകുന്നത്. പിന്നാലെ തന്നെ വെച്ച് പിടിച്ചു ബബിതെ. അങ്ങനെ ഒടുവിൽ ഒരു ബേക്കറിയിലേക്ക് കയറുന്ന കണ്ടു ആ പെങ്കുച്ചനെ വിളിച്ചുകൊണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴത്തേനും ബബിത വിളിച്ചു, പക്ഷെ അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. അവൻ കോള് കട്ട് ചെയ്ത് വിടുവതേ. അവൾക്ക് മനസ്സിലായി അവനിപ്പോൾ പുതിയ മേച്ചിൽപ്പുറം കിട്ടിയിട്ടുണ്ട്, ഇപ്പം തന്നെ വേണ്ട. അങ്ങനെ പിന്നീട് അവൻ ആ പെങ്കൊച്ചിനെയും കൊണ്ട് വന്നിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകുന്നുണ്ടു. അവനെ കെട്ടിപ്പിടിച്ച ആ പെങ്കൊച്ചിൻ്റെ ഇരിപ്പ്. അപ്പോൾ ഇപ്പോൾ അവൻ്റെ പുതിയ ഇത് ഇവളായിരിക്കും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായി. ബബിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു വിഷമത്തോട് കൂടിയിട്ടാണ് ബബിത വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വീട്ടിൽ വന്നിരുന്ന് ആലോചിച്ചു. ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ. അന്ന് അലീന ചേച്ചി തന്നോട് പറഞ്ഞതാ ഇതൊന്നും ശരിയല്ല എന്ന്. താൻ പക്ഷെ അന്ന് ആരൊക്കെ പറഞ്ഞിട്ട് ഒന്നും കേൾക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനെ വിശ്വസിച്ചു. അവനോടൊപ്പം എല്ലായിടത്തും പോയി. എന്നിട്ടിപ്പോൾ അവൻ തന്നെ നിഷ്കരണം വലിച്ചെറിഞ്ഞിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം ബബിതയ്ക്ക് മനസ്സിലായില്ല. വല്ലാത്ത സങ്കടം, ഒന്ന് പൊട്ടിക്കരയണം തോന്നി. അതുപോലെ ഒരു മാനസികാവസ്ഥയിലേക്ക് ബബിത പോയിട്ടുണ്ടായിരുന്നു. കാരണം അവനെ അത്രയ്ക്ക് വിശ്വസിച്ചാണ് വീട്ടിലേക്ക് പലതവണ വിളിച്ചു കയറ്റിയത്. അന്ന് വിളിച്ചു കയറ്റിയ സമയത്ത് അലീന ചേച്ചി പറഞ്ഞ ഇതൊന്നും ശരിയല്ല എന്ന്. അവനെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടതാ. അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു പക്ഷേ ചേച്ചിക്ക് മനസ്സിലായി കാണും. അവൻ തന്നോട് ഈ കൊടും ക്രൂരത ചെയ്തല്ലോ എന്നൊരു വിഷമായിരുന്നു ബബിതയ്ക്ക്. ഒന്നിനും തോന്നിയില്ല. ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഒന്നും തോന്നാത്തൊരവസ്ഥയിലായിരുന്നു ബബിത. ആ സമയത്ത് സന്ധ്യ കഴിഞ്ഞിട്ടും ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോളുടെ അടുത്തേക്ക് എന്നിട്ട്
വൈജയന്തി ചോദിച്ചു, എന്താടി നിന്റെ അച്ഛനെ ഇതിലോട്ടും വരാത്തെ? അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു. അച്ഛന് ജോലി തിരക്കാണോ അതുകൊണ്ടായിരിക്കും. ഓ പിന്നെ ജോലി തിരക്ക്, ഇത്രയും നാളില്ലാത്തൊരു തിരക്ക്. ഞാനിവിടെ വന്നതിന് ശേഷം എന്ത് തോന്നിയാസം ആവാലോ എന്നൊക്കെ പറഞ്ഞു. കൃഷ്ണമോളൊന്നും പറയാൻ പോയില്ല. അങ്ങനെ കുറച്ച് ഇരുട്ടി കഴിഞ്ഞപ്പോഴത്തേനുമാണ് ബാലേന്ദ്രൻ വരുന്നത്. ബാലേന്ദ്രൻ വന്ന് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കൃഷ്ണമോൾക്ക് മനസ്സിലായി അച്ഛൻ മദ്യപിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ആടിയാടി അങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും കൃഷ്ണമോൾ ചോദിച്ചു, അച്ഛൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കുറച്ച് മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ അച്ഛനോട് പറഞ്ഞിട്ടില്ല മദ്യപിക്കരുതെന്ന്? ദേ അലീന ചേച്ചി എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ ഉണ്ടല്ലോ. അലീന ചേച്ചി പോയപ്പോൾ എന്താ പറഞ്ഞിട്ട് പോയത്? എന്നെ അച്ഛൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് പോയത്. മെഡിസിനും കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് എടുത്തു കൊടുക്കണം, പിന്നെ അച്ഛനെ ശ്രദ്ധിച്ചോണമെന്ന്. ഓഹോ, ഇത് ഞാൻ എന്താണോ അലീന ചേച്ചിയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അയ്യോ മോളെ ചതിക്കല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളുടെ കയ്യെ പിടിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറി. അപ്പോഴേക്കും വൈജയന്തി അങ്ങോട്ടേക്ക് വന്നു. വൈജയന്തി വന്നിട്ട് ബാലേന്ദ്രനെ നോക്കി. ഓഹോ, അപ്പം ഇതിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അവൾ പോയതിൻ്റെ വിഷമത്തിലായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടതും ബാലേന്ദ്രൻ അങ്ങ് തിരിഞ്ഞു തന്നു. അതെ, അവൾ പോയതിൻ്റെ വിഷമത്തിലാ. എന്താ എന്ന് ചോദിച്ചു. എനിക്കറിയായിരുന്നു, അല്ലെങ്കിൽ ആ ഒഴിമ്പിട്ടവളെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന്. അവളുടെ അടുത്തേക്ക് പോയതല്ലായിരുന്നു അവളെ കൊണ്ടുവിടാനൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ അവളെ കാണാതിരിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതേടി, അവളെ കാണാതിരിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിൽ പിന്നെ അങ്ങോട്ട് പോയി കൂടാന്ന് ചോദിച്ചു. അതെ, ഞാൻ പോകുന്നുണ്ട്. പക്ഷെ അതെ, അങ്ങോട്ടേക്കല്ല, നേരെ മുകളിലേക്കായിരിക്കും ഇനി ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ നല്ല കലിപ്പ് മൂടിലോണായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്തിനാണ് ഞാൻ മിണ്ടായിരിക്കുന്നത്? ദേ അമ്മയൊന്നും മിണ്ടായിരിക്കാൻ നല്ലത്. വെറുതെ അച്ഛനോട് വഴക്കിട്ടിട്ട് അവസാനം അമ്മ തന്നെ മേടിച്ച് കിട്ടുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അവള് പറയട്ടെ മോളെ, അവള് പറയാവുന്നത്ര പറയട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് കൃഷ്ണമോളോട് ചോദിച്ചു, ഞാനതാ ബോംബ് അങ്ങോട്ട് പൊട്ടിക്കട്ടെ എന്ന് ചോദിച്ചു. അല്ല, എനിക്കിപ്പോൾ നല്ല രസം തോന്നുന്നുണ്ട്, ഇതിപ്പോൾ അങ്ങോട്ട് പറഞ്ഞേക്കുവാണെങ്കിൽ. അപ്പോഴേക്കും വൈജയ്ക്ക് മനസ്സിലായി ബാലേന്ദ്രൻ എന്തൊക്കെയോ കൃഷ്ണമോളോട് പറയുന്നുണ്ടെന്ന്. കൃഷ്ണമോൾ പറഞ്ഞു, വേണ്ടച്ച, ഞാൻ അലീനയ്ക്കൊരു വാക്ക് കൊടുത്തുപോയി. ഇപ്പോഴാണ് പറ്റിയ സമയമായിരുന്നു ആ ബോംബ് അങ്ങോട്ട് പൊട്ടിക്കാനായിട്ട്. ഇവളുടെ അഹങ്കാരം സർവ്വതും അങ്ങോട്ട് തീർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തിയെ നോക്കുകയാണ്. വൈജയന്തിക്ക് മനസ്സിലായില്ല എന്താണ് അച്ഛനും മോളും തമ്മിലുള്ള സംസാരിക്കണേന്ന്. കൃഷ്ണമോളാണെങ്കിൽ വല്ലാത്തൊരു ഞെട്ടലോട് നിൽക്കുക. അച്ഛനെങ്ങാനും ആ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന വേറെന്താണെന്നറിയാം. അലീന തൻ്റെ മകളാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പ്രതികരണം, അമ്മ പിന്നെ ഇല്ല, തീർന്നെന്ന് തന്നെ. ഒരു കാരണവശാലും അച്ഛനത് പറയാൻ പാടില്ല. പെട്ടെന്ന് കൃഷ്ണമോൾ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറഞ്ഞ് കയ്യിലേക്ക് പിടിച്ചു. വീട് മോളെ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തിയുടെ നേർക്ക് തിരിയുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.